അതാ അങ്ങോട്ട് നോക്കൂ സുഹൃത്തുക്കളെ. ആരും പേടിക്കണ്ട. 2 കല്യാണം നടക്കാൻ പോകുന്ന ഒരു വീട്ടിലെ തിരക്കും മേളവും ആഘോഷമൊക്കെയാണ് ഈ കാണുന്നത്. ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും കല്യാണം കൂടാൻ വന്നിട്ടുള്ളവരാ. നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. അല്ല, ആരിത്? നമ്മുടെ വീട്ടിലെ മെയിൻ താരമാണ് ഈ നിൽക്കുന്നത്, ചെക്കൻ്റെ അമ്മ അഥവാ മിസസ് കാർത്തികേയൻ ഓൺ സ്റ്റേജ്. എന്റെ മനുഷ്യ, നിങ്ങൾ നടന്നോ? എന്റെ കാർത്തികേട്ട, നാട്ടുകാരുടെ ഡ്രസ്സൊക്കെ റെഡിയാണോ? അതൊക്കെ ആരാ അലങ്കരിക്കണേ? അതൊക്കെ ആരെ ഏൽപ്പിച്ചേ? അതൊക്കെ റെഡിയാ എൻ്റെ ശ്രീ. ഡ്രസ്സിന്റെ കാര്യമൊക്കെ കാർത്തിക മോളാ നോക്കുന്നത്. അതെ, അതൊക്കെ റെഡിയാ. അമ്മ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഈ വീട്ടിൽ നാളെ 2 കല്യാണം നടക്കാൻ പോകുന്നത്. അപ്പോൾ ടെൻഷൻ അടിക്കാൻ കാര്യങ്ങളൊക്കെ വേണ്ടേ? എല്ലാം നന്നായിട്ട് നടന്നാൽ മതിയായിരുന്നു. അതൊക്കെ നടക്കും അമ്മ, ഒരു കുഴപ്പമില്ല. അമ്മ പേടിക്കാതിരിക്കും. അതെ, താനതിനധികം ടെൻഷൻ അടിക്കണ്ട. മോൻ്റെ കല്യാണമല്ലേ, സന്തോഷമായി. ലാസ്റ്റ് ടെൻഷൻ അടിച്ച് ബിപിയും കൂടി ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കിടന്നേക്കല്ലേ കേട്ടോ. ഓ ഇല്ല, ഈ രണ്ടുപേരും അതേ പഠിച്ച് കയറല്ലേ. ആ കാർത്തികയ മോനെ, നിന്നോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ മൈ, ഞാൻ എന്താ വരിക. ചിലപ്പോൾ ഫുഡിൻ്റെ കാര്യം ചോദിക്കാനായിരിക്കും. ശ്രീ എന്നാൽ ഞാൻ നോക്കിയിട്ട് വരാം കേട്ടോ. ഫുഡിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ടുണ്ടോ വെച്ചാൽ അതൊക്കെ ഓക്കെ. പുറത്ത് ജയരങ്ങൾ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. അച്ഛാ, നാളത്തേക്കുള്ള പൂജ സാധനം പറഞ്ഞിട്ടില്ലല്ലോ, അതൊക്കെ ഓക്കെ അല്ലേ? ആ അതേം ചോദിക്കാനായിരുന്നു. എല്ലാം ഓക്കെ അല്ലേ? ആ അതൊക്കെ ഓക്കെ. അല്ല, നമ്മളൊക്കെ ഇവിടെ കല്യാണത്തിന് തിരക്കിലിരിക്കുമ്പോൾ അവന്മാരൊക്കെ എവിടെയാ? കല്യാണ ചെക്കന്മാരാണോ നിങ്ങളെ? ഇന്നിവിടെ ബാച്ചിലേഴ്സ് പാർട്ടി അല്ലേ, രണ്ടും അവിടെ കാണും. Drunk and tipsy in the shop, cull and curry on the house, vibing with the nut pump, tripping on a kuttu paatu. In the shop, tripping in Guntup, vibing with the thing, chilling with the chunk. People call me Vara, make me so sad. I was only chilling on a bar. I'm happy that I'm young, I'm happy that I'm fun. Indini kanna kadi boy. Drunk in a shop, tripping in Guntup, vibing with the thing, chilling with the chunk. In a shop, cull and curry on the house, vibing with the nut pump, tripping on a kuttu paatu. എടാ മോനെ ശിവ, എന്താടാ? എന്ത് നാറ്റാടാ നിനക്ക്? ഒന്ന് പോയി അടിച്ചാഞ്ച് കുടിച്ചൂടെ? നാളെ അവൻ്റെ കല്യാണം ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? കുടിച്ചു ബോധമില്ലാണ്ട്. ഇത് കണ്ടാ നിത്യ അപ്പം തന്നെ ഭിത്തിന്ന് ചോദിച്ചാൽ മതി. മിക്കവാറും നാളെ നിന്റെ കല്യാണത്തിന് വരാം. നിന്റെ ശവടകനായിരിക്കും ഞാൻ സദ്യ വളർത്താൻ പോകുന്നത്. അവൻ എൻജോയ് ചെയ്യട്ടാ. അവൻ ഇന്നും കൂടെ ഇല്ല, ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇനി അത് വല്ലതും നടക്കുമോ? അല്ല, നമ്മുടെ ഫെലിക്സ് മോനൊക്കെ അവിടെ പോയി? ഡാൻസ് ചെയ്തിട്ട് അവനൊന്നും കണ്ടില്ലല്ലോ. അവനൊക്കെ എപ്പോഴേ പോയി. നേരത്തെ കാലത്തിന് വീട്ടിൽ കയറുന്നുള്ള ബോധമൊക്കെ അവനുണ്ട്. ബാക്കിയുള്ളത് നമ്മുടെ യോഞ്ചനും ഹരിയ. അയ്യോ, അവൻ പോയാ? എന്നാ ഞാനും പോട്ടേട്ടാ. കാർത്തിനെ വെച്ചേക്കില്ല, നാളെ കല്യാണം കൂടാണല്ലേ. ശരി എന്നാ, നീയൊക്കെ അധികം നേരം ഇരിക്കണ്ട, പെട്ടെന്ന് തന്നെ ചെല്ലും. ഓ മൈ ഗോഡ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വാട്ട് എ ബ്യൂട്ടിഫുൾ വേൾഡ്. ശിവ, ഒരെണ്ണം കൂടി അടിക്കല. അതന്നെ. സാരി ഇതങ്ങ് പിടിച്ചേ, എന്നിട്ട് ഒരെണ്ണം അങ്ങ് അടിച്ചേ. ആഹാ, ഷോ, താങ്ക് യു. ഇയാൾ അതെടുത്തുകൊണ്ട് പോയോ?
നീയൊക്കെ എന്നെ കുടിച്ചു കുടിച്ച് കടന്നു. എൻ്റെ വിഷമം ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. എൻ്റെ കാവ്യ അവളെ കാണാൻ പറ്റാത്ത വിഷമത്തിൽ ഇരിക്കും ഞാൻ. അപ്പോഴാണ് എൻ്റെ ഒരു തമാശ. അയ്യോ, അതെന്താടാ നിനക്ക് എൻ്റെ പെങ്ങളെ കാണാൻ പറ്റാത്ത? എന്ത് പറ്റി? ആ അതറിയില്ലേ? ഞാൻ പറഞ്ഞുതരാം, ഇങ്ങ് വന്ന്. അതായത് ഉത്തമ. അല്ല, നീ ആരാ? ആ ബെസ്റ്റ്. അപ്പം ഇത്ര നേരം ഇപ്പോൾ ഡാൻസ് കളിച്ചതോ? ആ എനിവേ ബൈ ദ വേ, ഐ ആം യോൺജ്, ഈ ശിവയുടെ കസിന. ആ ഞാൻ അല്ല ഹരി, വെറും ഹരി. ഞങ്ങളൊക്കെ സ്നേഹത്തോടെ പാര ഹരി എന്ന് വിളിക്കും. ഇവൻ കണ്ണി കണ്ട എല്ലാവർക്കും പാര കൊടുക്കും. അല്ലടാ പാരമ്മോനെ? ഓ അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട് ശീലമായിപ്പോയിനെ, മാറ്റാൻ പറ്റുന്നില്ല. ആ ഞാൻ ശിവയുടെ അമ്മയുടെ സിസ്റ്ററിൻ്റെ കസിൻ്റെ അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ ഫ്രണ്ട്സാണ്. ആ അങ്ങനെ പറ. അല്ലട മോനെ, നീ നേരത്തെ എവിടെ നിർത്തിയത്? കണ്ടിന്യൂ. യാ റൈറ്റ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശിവയുടെ അമ്മയുണ്ടല്ലോ, അതായത് എൻ്റെ ആൻറ്റി, പുള്ളിക്കാരിക്ക് ഭയങ്കര ദൈവവിശ്വാസമുള്ള കാര്യം അറിയാലോ. കഴിഞ്ഞ ദിവസം ഏതൊരു നോർത്തിൽ നിന്നുള്ള ഫ്രണ്ട് പറഞ്ഞു അത്രേ, കല്യാണം വരെ പെണ്ണും ചെക്കനും തമ്മിൽ കാണാൻ പാടില്ലെന്ന്. ഏതോ ഒരു ചടങ്ങാണ്. ആൻറ്റി ആണ് അത് കേട്ട പതി കേൾക്കാത്ത പതി അതും വിശ്വസിച്ച് അപ്പം തൊട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ കാണാൻ സമ്മതിച്ചിട്ടുള്ള. അതാ സംഭവം. ഷോ, പാവം ചക്കൻ. അതെ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. പാവം എൻ്റെ അളിയെ. എക്സ്ക്യൂസ് മീ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അതിനെവിടെ ലേഡീസ് ഇല്ലാന്ന്? ഒന്നും മിണ്ടായിരിക്കണം നാറി, ആ ഫ്ലോ കളയാനായിട്ട്. അല്ല ഗൈസ്, നിങ്ങളിത് കേട്ടോ? എൻ്റെ അളിയന് അവൻ്റെ പെണ്ണിനെ കാണണമെന്ന്. പാവം എൻ്റെ അളിയൻ, അതിനവൻ ആരും സമ്മതിക്കുന്നില്ല. പോട്ടിടാ മോനെ, പോട്ടെ, നീ വിഷമിക്കണ്ട. എടാ അർജു, ഇത് ഞാൻ എൻ്റെ അളിയന് കൊടുക്കുന്ന കല്യാണ ഗിഫ്റ്റാണ് നിനക്ക്. ഞാൻ അവളെ കാണിച്ച് തന്നിരിക്കും. അതെ, അല്ലെങ്കിൽ എൻ്റെ പേര് നീ പട്ടിക്കിട്ടോ. ചെറുക്ക. അത് പിന്നെ ചേട്ടാ, ഞാനൊരു ആവേശത്തിന്. ഹായ് നിത്യമോളെ, അർജു ഈസ് കമ്മിങ്. അതിന് നിന്നെ ആര് കൊണ്ടുപോകണം? നീ ഇവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ നീ കുറച്ച് ഓവറാ. ശിവ, നീ വാടാ, നമുക്ക് കാവയുടെ വീട് വരെ പോയിട്ട് വരാം. അയ്യോ അത് വേണോ? ഞാനീ പാതിരാത്രി ആളെങ്ങനെ കാണും? അതൊക്കെ ഞാൻ കാണിക്കും. അതന്നെ. അല്ല സാരി ഇതങ്ങ് പിടിച്ചേ, എന്നിട്ട് ഇതങ്ങ് അടിച്ചേ. ഷോ, എൻ്റെ തങ്കക്കുളവേ, നിനക്കെന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു. താങ്ക് യു മോനെ. വീണ്ടും എടുത്തുകൊണ്ട് പോയാ? ഇവനെ കൊണ്ട് ശിവസാറിന് എങ്ങനെയെങ്കിലും കൈയെടുത്ത് പ്രമോഷൻ റെഡിയാക്കാൻ നോക്കുമ്പോൾ അവൻ്റെ ഒരു. എടാ മോനെ, നിനക്കറിയോ, ഇന്ന് എൻ്റെ ബേബി ഒരു കാര്യമില്ലാണ്ട് എന്നോട് വഴക്കിട്ടടാ. അവൾ എന്നെ ബ്ലോക്ക് ചെയ്തടാ. അതിൻ്റെ വിഷമത്തിൽ ഇന്ന് കുടിച്ച് മരിക്കാനാടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എത്ര നാളായിന്ന് പറയും ഞാൻ അവളെ കണ്ടിട്ട്. അവളെ കല്യാണത്തിന് വരേണ്ടതാ, പക്ഷെ എന്നോട് പിണങ്ങി ഇപ്പം അത് മുടങ്ങിക്കാണു. ഓ മൈ ഗോഡ്, പാവം ചേട്ടൻ അല്ലടാ. നീ എന്ത് ചെയ്യാൻ, പാവത്തിൻ്റെ ഒരു വിധിയെ. നീ ധൈര്യമായിട്ട് പൊക്കോള ശിവ, നീ ഇതിനല്ലേ കൂടെ ഉള്ളേ. പിന്നെ നീ എന്തിനു പേടിക്കണം? നീ ഇതങ്ങ് അടിച്ചേ, ഒരു കോൺഫിഡൻസ് ഒക്കെ വരട്ടെ. അങ്ങനെ വെരി ഗുഡ്. ആഹാ, ഇപ്പൊ ഒരു എനർജി ഒക്കെ വന്നു. ഗൈസ് ഫോളോ മീ. നെക്സ്റ്റ് സ്റ്റോപ്പ് കാവ്യയുടെ വീട്. നീ വരണല്ലോ, ഞാനിവിടെ എത്തി. എന്നാ നീയൊക്കെ അവിടെ നിന്നോ. കയറുണ്ടെങ്കിൽ ഒന്ന് കയറടാ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. അല്ല ചേട്ടാ, ഡോൺ ഡ്രൈവ് ആൻഡ് ഡ്രിങ്ക് എന്നല്ലേ? അതിന് ഞാൻ വണ്ടിയിരുന്ന് വെള്ളമടിക്കുന്നില്ലല്ലോ. നീ വന്ന് കയറടാ അങ്ങനെ. എടാ മോനെ, നീ ഇതെങ്ങോടാ? ദൈവം ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു. എടാ ഇങ്ങ് വന്നേ. അപ്പം അവളെ കാണണ്ടേ? എനിക്ക് കാണണം. എടാ, അപ്പം നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഗേറ്റും തുറന്ന് അകത്ത് നിന്ന് അവളുടെ അച്ഛനമ്മയെ വിളിച്ച് നിപ്പിച്ച് അച്ഛൻ എനിക്ക് കാവ്യനെ കാണണം എന്ന് പറയൂ.
ആ അല്ല വേണ്ടേ? ഓ, എൻ്റെ നന്മയുടെ നിറകുടമേ, ഇതിനൊക്കെ കൊണ്ടാണല്ലോ ഈശ്വര ഞാൻ വന്നത്. എടാ മോനെ, ഇതിനൊക്കെ ഒരു നാക്കുണ്ട്. നമ്മളങ്ങനെ ഡോറ് തുറന്ന് ചെല്ലാൻ പാടില്ല, മതിലൊക്കെ ചാടി വേണം പോവാൻ, കേട്ടോ? നീ വന്നേ, ചേട്ടൻ പറഞ്ഞുതരാം. ആഹാ, ചേട്ടൻ ഇതിനെക്കുറിച്ച് ഭയങ്കര അറിവാണല്ലേ? പിന്നല്ല, ഇതല്ല ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഞാൻ. പണ്ട് എൻ്റെ ശ്രേയ ബേബി ഹോസ്റ്റലിലായിരിക്കുമ്പോൾ ഇതുപോലെ എത്ര എത്ര മതിലുകളും ചാടിയിരിക്കുന്നു. അതൊക്കെ ഒരു കാലം. ചേട്ടൻ എൻ്റെ സംഭവം തന്നെയല്ലേ. എന്നാലും സ്വന്തം വീണ്ട മതിലൊക്കെ ചാടാന്ന് പറഞ്ഞാൽ അതിനും വേണം ഒരു യോഗ. ഇന്ന് ചേട്ടൻ അവൻ ചാടിക്കോ, ഞങ്ങൾ പുറകെ വന്നോളാം. തിരിച്ചു വന്നു. ഓ എടാ പൊട്ടന്മാരെ, നിങ്ങൾ എന്തും നോക്കി നിൽക്കുക, വന്ന് ചാടടാ. എടാ നിതിനെ, ഒരു പ്രശ്നമുണ്ട്. എനിക്ക് മതിൽ ചാടാൻ അറിയില്ല. എൻ്റെ അമ്മനെ, യെസ് സ്വാമി, എനിക്ക് ശക്തി തരണേ. എടാ മോനെ, നീ ഒരു കാര്യം ചെയ്യ്. നീ ആ മതലിൻ്റെ മുകളിൽ കയറിന്നിട്ട് താഴത്തേക്ക് എൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ വേണ്ട പുറത്ത് ചവിട്ടി ഇറങ്ങിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനെന്നാ ഇവരെ ബാക്കിങ് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സെറ്റ് സെറ്റ്. എടാ യോഞ്ചനെ, കുറച്ചുകൊണ്ട് തല്ലേ, എത്തുന്നില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ഏട്ടാ. ഏട്ടൻ ആ കാടെടുത്ത് മുകളിലേക്ക് വെക്കാൻ നോക്കി. അവൻ പുറത്ത് ചവിട്ടിയിട്ടുണ്ട്, ചവിട്ടി. ഓ, നീ എന്താണാവില്ല, ആനിന് വിഴിഞ്ഞു വന്നു. എന്ത് കട്ടിയാടാ പട്ടി നിനക്ക്. അയ്യോ പട്ടി, അമ്മേ. അയ്യോ, ഒരു ചക്ക വീണ ശബ്ദമല്ലേ കേട്ടത്? ആരുടെ പാതിര ചക്ക വെട്ടുന്നത്, അതും എന്റെ വീട്ടിൽ. അയ്യോ അമ്മേ, നീ ഇതെപ്പോഴും തിരിച്ചെത്തി? അയ്യോ എൻ്റെ നാട്ടു. എടാ നോക്കി നിൽക്കാതെ പിടിച്ച് എഴുന്നേൽപ്പിക്കടാ യോഞ്ചു. എടാ ബാമൂട്ട, ഇത് നീയായിരുന്നോ? എത്ര നാളെ കണ്ടിട്ട്. നീ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എടാ ഇത് ഞാനാ, നിന്റെ ഓണർ. എന്നാലും ആ ശിവ അവനിങ്ങോട്ട് അറിയണ്ടാവും അല്ലേ? ഇരുട്ടാണ്ടൊന്നും കാണാനും പറ്റിയില്ല. അവനപ്പുറത്തെത്തിയിട്ടുണ്ടാവും മിക്കവാറും. ഞാനാണെങ്കിൽ ബാമിനെ കണ്ട് സന്തോഷത്തിൽ ഇങ്ങോട്ട് ഓടി വരികയും ചെയ്തു. എന്നാലും നേരത്തെ ഒരു ചക്ക വീണ ശബ്ദം കേട്ടിരുന്നല്ലോ. വലിയ ചക്കപ്പുഴുക്കും ഉണ്ടാക്കാം. ഞാൻ നോക്കിയേച്ചും വരട്ടെ. അവനൊക്കെ എൻ്റെ പറമ്പിൽ തന്നെ ചക്ക വേണം പോലും. ആരാണെങ്കിലും ശരിയാക്കി തരാടാ ഞാൻ. ചേട്ടാ, എന്നാലും ഈ ചക്ക ഇതെവിടെ പോയി? ഇവിടെ എവിടെയെങ്കിലും കാണേണ്ടതാണല്ലോ. എടാ ചേട്ടൻ തേണ്ടി, അവൻ കുടിച്ച് ഫിറ്റായിട്ട് ആരും കാണാതിരിക്കാൻ മതിൽ ചാടി വന്നതെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് ഞാൻ നിന്നെ ശരിയാക്കി തരാടാ. നിത്യ മോളെ, അല്ല നിനക്ക് ഉറക്കമൊന്നുമില്ലേ? അവള് പാതിരാത്രി ഇറങ്ങി നടക്കണം. ആഹാ, അത് കൊള്ളാലോ. മോൻ കുടിച്ച് വെള്ളുവില്ലാണ്ട് മതിൽ ചാടി വന്ന കാര്യം ഞാനിവിടെ എല്ലാവരോടും പറയും. നോക്കിക്കോടാ, ഇന്നാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട്. എല്ലാവരും വിളിച്ച് നിപ്പിച്ച് ഞാൻ ഇക്കാര്യം പാട്ടാക്കും. നോക്കിക്കോ. ആരാ ഇവിടെ? നിത്യ, എന്താ ഇവിടെ? അതേ മണം, മുല്ലപ്പൂവിൻ്റെ അതേ മണം, എൻ്റെ ശ്രേയയുടെ മണം. എവിടെ ബേബി? ശ്രേയ, ഇസ് ദാറ്റ് യു? നീയാണോ അത്? ഓ മൈ ഗോഡ്. എന്താ ഇവിടെ ഒരു ബഹളം? ഓ മൈ ഗോഡ്, ഇവളിവിടെ. അപ്പൊ അതാരാ? ഇന്നവൻ പെട്ടു.
നിതിൻ നാറി. ബേബി, അപ്പ ഇത് ഹായ് ചേട്ടാ, ഞാൻ നിത്യയുടെ ഫ്രണ്ടാ. ഞാൻ ജസ്റ്റിന്റെ പെർഫ്യൂം യൂസ് ചെയ്യുന്നത് ചേട്ടൻ മനസ്സിലായി? അല്ല, ചേട്ടൻ ഇതിനെ ഹഗ് ചെയ്ത് ചേട്ടൻ ആരാ മനസ്സിലായില്ലല്ലോ. നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഞാൻ ശ്രേയ വർമ്മ, നിതിൻസ് വൺ ആൻഡ് ഓൺലി ഗേൾ ഫ്രണ്ട്. അവസാനം എങ്ങനെയൊക്കെയോ ചാടി എത്തി. എൻ്റെ ഈശ്വര, യോഞ്ചുവിനെ ഞാൻ അപ്പുറത്ത് നിർത്തിയിട്ടാ പോന്നിരിക്കണേ. അവൻ ഞാൻ നിന്റെ കയ്യിലേൽപ്പിക്കാം, കാത്തോണേ. എന്നാൽ എൻ്റെ അമ്മായപ്പനായതുകൊണ്ട് പറയല്ല, ഇങ്ങനെ കുറച്ച് ചെറിയ മതിൽ പണിത് കൊടുക്കും. പാവ ഒരു മരുമകൻ ഇനി ഫ്യൂച്ചറിൽ കയറാൻ വരുമെന്ന് അറിഞ്ഞൂടാ. ഇനി അവളുടെ റൂം കണ്ടുപിടിക്കണമല്ലോ, എവിടെയാണോ എന്തോ. ഈ ബാൽക്കണി വഴി മുകളിൽ കയറാം, അപ്പം മുകളിൽ നിലയിലെത്തും. എന്നിട്ട് അവളുടെ റൂം കണ്ടുപിടിക്കാം. അവളുടെ റൂം എന്തായാലും മുകളിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഓക്കെ. ഹോ, അങ്ങനെ കയറി. അയ്യോ, ഇവിടെ ഇത് കുറേ മുറി ഉണ്ടല്ലോ. ഇതിനകത്ത് ഏതാണാവോ അവളുടെ? ഇതിപ്പോൾ എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കുക? എല്ലാ മുറിയിലും പോയി കൊട്ടി നോക്കിയാൽ പോലെ. അത് മതി. ശോ, ഞാൻ എന്തൊരു മണ്ടനാ. അയ്യോ, ഒരു കൊട്ടല്ല കേട്ടത്. അയ്യോ പ്രേതം. ഞാൻ അവളപ്പോഴേ പറഞ്ഞതാ ഈ രാത്രി പ്രേത സിനിമ കാണിപ്പിച്ചെന്നെ കിടത്തരുതെന്ന്. അയ്യോ എൻ്റെ കൃഷ്ണ, രാമ 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 കൃഷ്ണ മുകുന്ദ ജനാർദ്ദന അച്യുതാനന്ദ നാരായണ ഹരേ. അയ്യോ, മറന്നു പോയല്ലോ കുന്തം. ആഹാ, കൃഷ്ണനൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പം അവളുടെ റൂം ഇതല്ല. നോ എൻട്രി. ആഹാ, സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് തന്നെ അവളുടെ റൂം. ലോക്കല്ലല്ലോ. ഇത് തന്നെ റൂം. യെസ്. ഷൂ, എന്ത് രസമാണ് കിടക്കണതാണ്. എന്ത് ക്യൂട്ടാ. ഇതിനെയാണല്ലോ ഞാൻ നാളെ കെട്ടാൻ പോകുന്നത്. എൻ്റെ ഈശ്വര. അയ്യോടാ, കിടക്കണ കിടപ്പ് കണ്ടില്ലേ? കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ട് എനിക്ക്. അയ്യോ അമ്മ, കള്ളൻ. അയ്യോ, ഒന്നും മിണ്ടാതിരിക്കണ്ട പെണ്ണെ, ഇത് ഞാനാ. ശിവ, നീയോ? നീ എന്ത് പാതിരാത്രി ഇവിടെ? വെറുതെ എൻ്റെ പെണ്ണിനെ കാണാൻ തോന്നിയപ്പോ ഒന്നിന്ന് വന്നതാ. ഓഹോ, അങ്ങനെ. ഓ, ഇതാരീ നേരത്ത് മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്? ഒന്ന് പോയി വെയിലെടുത്ത് ഒളിക്കടാ, അവൻ്റെ ഒരു ഡിസ്റ്റർബൻസ്. ശരിയാ, എന്നെ കണ്ട പ്രശ്നമാണല്ലേ. ഞാൻ വാവന്റെ പുറകിലല്ലോ നിൽക്കാം. കാവേശി, ചെറിയ കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, ഞാൻ നേരത്തെ ഈ മുറിയിൽ നിന്ന് ഇടർച്ച കേട്ടായിരുന്നു, അതുകൊണ്ട് വന്നതാ. ഇവിടെ എന്ത് കുഴപ്പം? ഇവിടെ കുഴപ്പമൊന്നുമില്ല, നിനക്ക് തോന്നിയായിരിക്കടാ. ആണോ? ഞാൻ കള്ളെന്നോ അങ്ങനെ എന്തോ കേട്ടായിരുന്നു. ഓ അതോ, അത് പിന്നെ ഈ കള്ളന്മാർ വരുമ്പോൾ എങ്ങനെയാ അല്ലറണ്ടെന്ന് പ്രാക്ടീസ് ചെയ്താ ഞാൻ. എന്തായാലും വർക്കായി, സന്തോഷം. ആഹാ, അതായിരുന്നോ? ഷോ, ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ എന്ന്. അപ്പോൾ ചേച്ചിയും ചെയ്യാറുണ്ടല്ലേ? ഷോ, വെരി ജീനിയസ്. അതെ അതെ, താങ്ക് യു. എന്നാ ശരിടാ, നീ വീട്ടിൽ തുടങ്ങിക്കോ, ഞാനും പോവാ. നാളെ കല്യാണമല്ലേ? ചേച്ചി അടച്ചോ. ഗുഡ് നൈറ്റ്. ഏതോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെ. ശിവ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ, അതൊക്കെ നീ പിന്നെ തന്നാ മതി. ഇപ്പൊ ഞാൻ തന്നത് നീ അങ്ങോട്ട് വാങ്ങിക്കോ.
ആ നിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇപ്പം തന്നെ ബോധം പോകുന്നു. മണം അടിച്ചിട്ട് ഐറിഷ് വിസ്കി ആയിരുന്നു തോന്നുന്നു. എൻ്റെ വായിൽ ഇപ്പോഴും അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും സാധനം കൊള്ളാം. ഇനി അടുത്ത പ്രാവശ്യം നിത്യം ഉണ്ടാക്കുക വാങ്ങാൻ പറയണം. അത് ഐറിഷ് വിസ്കിയാന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? സത്യം പറ, നീ അടിക്കാറില്ലേ? അത് പിന്നെ വീണ്ടും പോയാ ഇവനെന്തീ നേരത്ത് എടുത്തു നോക്കാം. ഹലോ ശിവ, എടാ എല്ലാം ഓക്കെ അല്ലേ? നീ അവിടെ റൂമൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചല്ലോ അല്ലേ? പിന്നെ ഞാൻ ചെറുതായിട്ട് അവിടെ നിന്ന് നിങ്ങൾ മാറിയായിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു ഐസ്ക്രീം പാർലറുണ്ട്. എന്ത് ചെയ്യാനാടാ, അവിടെ നിന്നിട്ട് ആ പന്ന കൊതുകുകളെൻ്റെ ചോര മൊത്തം കുടിച്ചു തീർത്തു. ഞാൻ ചത്തില്ലാന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ പ്രൊഫഷണൽ മതിലാട്ടക്കാരനില്ലേ, പുള്ളീനെ അവിടെ കാണാനില്ല ചേട്ടാ. അവൻ്റെ വിവരമൊന്നുമില്ല. ഓഹോ, അപ്പൊ ഇവൻ ഒറ്റയ്ക്കല്ല, നിങ്ങൾ 3 പേരുണ്ടല്ലേ. ഒന്നാമത്തെ പ്രതി നീ, രണ്ടാമത്തെ പ്രൊഫഷണൽ മതിലാട്ടക്കാരൻ ആരാണാവോ? പെങ്ങളോ, നമസ്കാരം. അപ്പോൾ അവൻ കറക്റ്റായിട്ട് റൂം എത്തിയിട്ടുണ്ട്. അല്ല ശിവ എവിടെ? അത് ദൈവയുടെ ബോധം പോയി കിടപ്പുണ്ട്. മര്യാദയ്ക്ക് ഒന്ന് എടുത്തോണ്ട് നോക്കാം. ഞാൻ ആ ബാൽക്കണിയിൽ നിന്നും തള്ളിയിട്ട് വരാം. ഇവൻ മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. എൻ്റെ പെങ്ങളെ, ഞാൻ വരുന്നവരെ അതിനെ അവിടെ വെച്ചേക്കണേ. ഞാനിപ്പോൾ തന്നെ വരാം. അയ്യോ വിട് ബേബി, ചേട്ടനീ ഫോണൊന്ന് എടുത്തോട്ടെ. എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളിത് എവിടെയാ? ആ ശിവ അവിടെ ബോധം കെട്ട് കിടപ്പുണ്ട്. ഒന്നിങ്ങ് വന്നേ. എടാ പോടാ, മനുഷ്യനിവിടെ ജീവൻ മറന്നുള്ള പോരാട്ടത്തിരിക്കുമ്പോഴാ അവൻ്റെ ഒരു എന്നാ ഇനി കല്യാണത്തിന് കാണാം. വരുമ്പോ ആ ബൊക്കയുടെ കൂടെ 2 റീത്ത് വാങ്ങിക്കോ. വിത്ത് ലവ് ഫോർ നിതിൻ എന്നെഴുതണേ. എന്താന്ന്? ഒന്നും കേൾക്കാനും പറ്റുന്നില്ല. വെച്ചോ. ഏട്ടാ, അവരൊക്കെ റെഡിയായോ? അല്ല ആദ്യം എവിടെ? നമ്മുടെ കല്യാണ ചെക്കന്മാർ ഇടയിക്കൊണ്ടിരിക്കുക. അല്ല എൻ്റെ ഭാര്യ ഇങ്ങ് വന്നേ. ഇന്ന് നിന്നെ കാണാൻ എന്തോ ഒരു പ്രത്യേക ഭംഗി. ഉണ്ടാവും. ഇന്ന് എൻ്റെ അനിയന്മാരുടെ കല്യാണമല്ലേ. ഒന്ന് വിട്ടേ മനുഷ്യ, എനിക്ക് ആദ്യം റെഡിയാക്കണം. ആദ്യം മാത്രം റെഡിയാക്കിയാൽ മതിയോ? പാവൻ ഒറ്റക്ക് ഒളിച്ച് മടുത്തൂന്നേ. ഒരനിയത്തിയോ അനിയനോ ഒക്കെ വേണ്ടേ? എന്ത് പറയുന്നു? ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല. കല്യാണം വീടായി പോയേ. ഞാൻ ആദ്യം ഒന്ന് നോക്കിയിട്ട് വരട്ടെ. അർജുൻ, ശിവ, എങ്ങനെയുണ്ടെന്ന് ഡ്രസ്? കൊള്ളാവോ? നോക്കി. എടാ കൊള്ളാലോ. അല്ല ഇതിപ്പോ ആരോടെ കല്യാണ ചെക്കന്മാര്? ഞങ്ങളാണോ അതോ നീയാണോ? എടാ ആദി, എത്ര നാളെ എന്നെ കണ്ടിട്ട്. ഇങ്ങ് വന്നേ. പിന്നല്ല, അതൊന്നും എനിക്കറിയില്ലേ. വന്ന വഴി എല്ലാവരും അതെന്നെ പറഞ്ഞോണ്ടിരുന്നേനെ. അർജുൻ, എടാ നിന്നെ റെഡിയാൻ വിളിക്കുന്നുണ്ട്. ശിവ അവിടെ റെഡിയായി എപ്പോഴേ ഫോട്ടോഷൂട്ടിന് പോയി. നീ ഇങ്ങനെ നിന്നോ? അതൊക്കെ എപ്പോ? അല്ലെല്ലാം അവൻ കെട്ടാൻ പറ്റി നിൽക്കുക. അതുകൊണ്ട് അത്ര അത്ഭുതമൊന്നുമില്ല. എടാ ഇനി ആ കയ്യും താടി വെച്ചിരുന്നേ. നൈസ്. അരെ വാ, അടിപൊളി. ഇനി എനിക്ക് ഇഷ്ടമുള്ള പോസ് കേട്ടോ. ഹലോ, ആദ്യം ഞങ്ങളെ ചെക്കന്മാരൊന്ന് ഫോട്ടോ എടുത്തോട്ടെ. അർജു, എടാ അങ്ങനെ തന്നെ അടിപൊളി പോസ്. ഞാനൊരു പിക്ക് എടുക്കട്ടെ. എടാ, ഇന്നലെ നീയല്ലേ എന്റെ വാതിലൊന്ന് കൊട്ടിയത്? സത്യം പറഞ്ഞോ? പിന്നെ പാതിരാത്രി എനിക്ക് അതാണല്ലോ പണി. ഒന്ന് പൊടി. എന്റെ ഗൈസ്, ഒരു നല്ല ദിവസം നിങ്ങൾ എന്തിനാണ് തല്ലുപിടിക്കുന്നത്? അല്ല കാവ്യച്ചേടെ അതാ മേക്കപ്പ് റൂമിനകത്തുണ്ട്. വെളുപ്പാങ്കാലത്ത് എപ്പോഴോ കയറിയതാ. നെറ്റിയാണെങ്കിൽ ആ മേക്കപ്പും കഴിഞ്ഞ് ഫോട്ടോഷൂട്ടിന് പോയി. എടാ കുശുമ്പ, ഈ പെൺപിള്ളേർക്ക് റെഡിയാകാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. അത് ഈ ആമ്പിളോട്ട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിന്റെ കല്യാണമൊക്കെ ഒന്ന് കഴിയട്ടെ, അപ്പൊ നിനക്ക് മനസ്സിലാവും. പിന്നെ അവിടെ ഞാൻ കെട്ടിക്കാൻ നടക്കുന്നു. ഒന്ന് പോടി. ഇത് നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. ഞാൻ കാവേച്ച നോക്കിയിട്ട് വരാം.
ഈശ്വര, ഇതാരിത്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടോ? എങ്ങനെയുണ്ട്? കൊള്ളാവോ? കാവിൽ ഭഗവതി നേരിട്ട് വന്ന പോലെയുണ്ട്. അമ്മയുടെ മോള് നല്ല സുന്ദരിയായിട്ടുണ്ട്. എന്നാ വേഗം ചെല്ല്, അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഫൈനലി വന്നോ? ആരിത്? കാവിലെ ഭഗവതി നേരിട്ട്? അയ്യോ വേണ്ട വേണ്ട, മതി. ഇത് കേട്ട് മടുത്തു. ഇനി ഒന്ന് മാറ്റി പിടിക്കും. എന്ന് ഞാൻ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വരാൻ ഗൈസ്. നിത്യനെ കണ്ടിട്ടില്ല, അവളെയും കാണണം. മേടപ്പൂ പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലരികളഴക് മുല്ലപ്പൂഞ്ചില ചേലിൽ നിന്നോരം ഞാനും ചേരുമ്പോൾ ഈ രാവിതളഴക് തളിരണിയേ കനവുകളോ കസവണിയേ മിഴികളിലും മൊഴികളിലും പൊന്നോണം മേടപ്പൂ പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലരികളഴക് മുല്ലപ്പൂഞ്ചില ചേലിൽ നിന്നോരം ഞാനും ചേരുമ്പോൾ ഈ രാവിതളഴക് തളിരണിയേ കനവുകളോ കസവണിയേ മിഴികളിലും മൊഴികളിലും. ഇത് നീ തന്നെയാണോടാ? മിക്കവാറും എന്നറിഞ്ഞ് മണ്ഡപത്തിൽ തല ഇറങ്ങി വീഴും. എന്നാ എടുത്തെടുത്തൊക്കെ മാറിയെന്നാ ഇനി ഞാൻ ഫോട്ടോ എടുക്കാൻ പോവാ. ഓ ആയിക്കോട്ടെ. ഇവരെ ഞാൻ എവിടെയോ, ഇവരല്ലേ ഇന്നലെ തമ്മിൽ തല്ലി ചവൻ പോയെ? ഇവൻ ചത്തില്ലേ? എന്തോ ഭാഗ്യം. എന്തായാലും കല്യാണം കൂടാൻ പറ്റും. ആദി, എടാ അവരെത്തിയതാന്ന്. നീ വന്നേ. ആർമിസേ, ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇതിനെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് നീരജ് മാധവ്, ഡോക്ടർ നീരജ് മാധവ്. നമ്മുടെ ചാനലിലെ എൻ്റെ സ്വന്തം NSSലെ ഹീറോ ആണ് പുള്ളി. ഈ സാധനം എന്താ എവിടെയെന്നാണോ? ശിവയുടെ അർജുനൻ്റെ ഒക്കെ ഫ്രണ്ടാണ് കേട്ടോ. നീരജുണ്ടായ അവിടെ മാനവ് ഉണ്ടാവുന്നതാണല്ലോ അത്. ഇത് നമ്മുടെ ഡോക്ടർ മാനവ് സത്യ. പുള്ളി ഇല്ലാണ്ട് ഇവിടെ എന്ത് കല്യാണം അല്ലേ? ആഹാ, ആദിക്കുട്ട എന്ത് പറയുന്നു? കല്യാണല്ലേ, ആർമീസിനെയും ഗസ്റ്റിനൊക്കെ വെൽക്കം ചെയ്തോണ്ടിരിക്കുക. എന്റെ സ്കൂളിൽ നിന്ന് കുറെ ഫ്രണ്ട്സ് വരുന്ന പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്യും ഇപ്പൊ. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ല, എവിടെ നമ്മുടെ കല്യാണ സർക്കൻസ് കണ്ടില്ലല്ലോ? അവരിതാ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വീണ്ടും ടച്ചപ്പ് ചെയ്യുന്നവര് പോയിട്ടുണ്ട്. ഓഹോ, രണ്ടുപേരും മേക്കപ്പിലാണല്ലേ? ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. ടാടാ ചതിയന്മാരെ. അതാരത്? എവിടെയോ നല്ല കേട്ടുപരിചുള്ള ശബ്ദമാണല്ലോടാ ശിവ. ശരിയാണല്ലോ. എടാ, അത് നമ്മുടെ നീരജ് മാനു അല്ലേ? തിരിഞ്ഞോക്കടാ പൊട്ട. ആഹാ, ഇവന്മാരോ? നിങ്ങളായിരുന്നല്ലേ? പിന്നെ യവന്മാരല്ലാതെ കല്യാണ വീട്ടിൽ കയറി വന്ന ആരെങ്കിലും ചതിയന്മാരെന്ന് വിളിക്കോടാ. അത് ശരിയാ.
എടാ നീയൊക്കെ ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പഴാണ് അവിടെ കയറി വരുന്നത്. എല്ലാവരെയും കൂട്ടി ഇന്നലെ വരാമെന്ന് വിചാരിച്ചാടാ. പിന്നെ അവിടെയും കല്യാണത്തിനൊക്കെയായല്ലോ ചേച്ചിയുടെ. ഒന്ന് നിന്ന് തിരിയാൻ സമയം കിട്ടുന്നില്ല. ആ മനുവിന്റെ ചേച്ചിയുടെ കല്യാണമാണല്ലേ, അത് ഞാൻ അങ്ങ് മറന്നു പോയടാ. എന്നാലും എൻ്റെ കൂടെ സിംഗിൾ പാസം ഞാൻ പാടി നടന്നവന്മാരാ. ചതിച്ച് കളത്തില്ലേടാ നീയൊക്കെ എന്നെ. അല്ലെങ്കിലും എനിക്കറിയാം കാര്യത്തോടെ അടുക്കുമ്പോൾ നീയൊക്കെ എൻ്റെ കാലം വരുമെന്ന്. നിങ്ങളുടെ കാര്യം പിന്നെ പോട്ടെ നിൽക്കാം. ദാ ഈ തെണ്ടി നീരജ് പോലും. ഞാനോ? എടാ നീരജിനോ? ഈ നിൽക്കാൻ നമ്മുടെ നീരജിനോ? അതെപ്പോ? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. അത് പിന്നെ എങ്ങനെയാ? ഇടയ്ക്ക് എൻ്റെ സ്വന്തത്തിന്റെ എപ്പിസോഡൊക്കെ ഒന്ന് കാണണേ. അത് ശരി, അപ്പൊ നിങ്ങൾ എപ്പിസോഡൊക്കെ കിട്ടിരുന്നല്ലേ? എന്നാ പിന്നെ നീയൊക്കെ അടുത്ത എപ്പിസോഡ് കണ്ടിട്ട് കിട്ടിയാൽ മതി. അയ്യോ അങ്ങനെ പറയരുത്. അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ. എടാ നീരജ് ആരാ കക്ഷി? എടാ ഇവൻ വെറുതെ ഓരോന്നൊക്കെ എന്നെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നതാ. എനിക്കങ്ങനെയൊന്നുമില്ല. എന്തോ എങ്ങനെ ഇവൻ തന്നെ ആ കൊച്ചിനെ നോക്കി നിന്ന് തോൽപ്പിക്കുന്നത് ഞാൻ തന്നെ എന്റെ കണ്ണുകൊണ്ട് എത്ര തവണ കണ്ടിട്ടുണ്ടെന്നറിയോ? പിന്നെ എടാ നമ്മുടെ നീരജോ, നീ ഒന്ന് മനുഷ്യനെ പറ്റിക്കൊണ്ട് പോയി. പിന്നെ അല്ല ഇവൻ തന്നെ. എന്തു പറയാനാ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പറയുന്ന പോലെ ചെക്കൻ ബ്ലൈൻഡഡ് ബൈ ലവ് ആയി പോയില്ലേ. എടാ മനു, നീ എന്തൊക്കെയാടാ വിളിച്ച് പറയുന്നേ? ഇവനെ കൊണ്ട് നീയൊക്കെ എന്നെ നാണം കെടുത്തിട്ട് അടങ്ങല്ലേ. ഷോ, എന്നാലും നമ്മുടെ നീരജോ, എനിക്കതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ബൈ ദ വേ, എടാ കൊച്ചിന്റെ പേരെന്താ? എടാ അത് പിന്നെ ആന്റി ഇവിടെ നിൽക്കുവാണോ? അവിടെ കാറ് വന്ന് വെയിറ്റ് ചെയ്യുക. വേഗം അങ്ങോട്ട് ചെന്നോ, അങ്കിള് വിളിക്കുന്നുണ്ട്. നീരജ് മനല്ലേ? ഇവന്മാരെന്താ ഇവിടെ? എവിടെ നോക്കിയാലും ഈ കണ്ടംപൂച്ച തന്നെയാണല്ലോ. ഇവന്മാരെന്താ എന്നെ വല്ല സ്റ്റോക്കും ചെയ്യുവാണോ? അർജുൻ്റെ കാവ്യയുടെയും കൂടെ പഠിച്ചതാണല്ലേ. അതാണ്. അത് അപർണയല്ലേ? അവള് കാവ്യയുടെ അർജുൻ്റെ ഒക്കെ ഫ്രണ്ടാ. എന്താ? എടാ ഇവളാണ് ഈ കള്ളപ്പൂച്ചയുടെ കക്ഷി. ചേച്ചിയുടെ ഫിയാൻസയുടെ സിസ്റ്ററാ. എടാ കള്ള, ഞങ്ങളുടെ അപർണേനെയാണോ നീ നോക്കി വെച്ചത്? എന്നാൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് പിന്നെ ഞാൻ എടാ കള്ളപ്പൂച്ചേ, നടക്കട്ടെ. ശിവ, അർജു, ദേ കാറ് വന്നോട്ടോ. അമ്പലത്തിൽ പോകണ്ടേ? എടാ നിനക്കൊന്നും കെട്ടണ്ടേ? ഇങ്ങ് വന്നേ.
മനോട്ടാ അവിടെ അമ്പലത്തിൽ കെട്ട് കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ എത്തും. ചേട്ടന്റെ ആങ്കറിങ്ങൊക്കെ ഓക്കെ അല്ലേ? ആ രാവിലെ എത്തി. ചേട്ടൻ സ്റ്റേജിൽ കയറിക്കോ. മൈക്ക് ടെസ്റ്റിംഗ്. സഹൃദാരം വേണ്ട. ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ആൻഡ് എൻ്റെ സ്വന്തം ആമീസ്. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഹോസ്റ്റ് ഫോർ ടുഡേ ഡോക്ടർ മാനവ് സത്യ എന്ന് സ്വയം വിശേഷപ്പെടുത്തുന്ന മനു. ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മുണ്ടും പട്ടുപാവാടയും സാരിയൊക്കെ ഇട്ട് സുന്ദരന്മാരായി വന്ന് ഈ മംഗളകർമ്മത്തിന് പങ്കുചേർന്നതിന് ഞങ്ങൾ എല്ലാവരുടെയും വക നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഒരു നന്ദി അറിയിക്കുന്നു. സോ ഒട്ടു സമയങ്ങളായിട്ട് ലെറ്റ്സ് വെൽക്കം അവർ ബ്യൂട്ടിഫുൾ ബ്രൈഡ്സ് ആൻഡ് ദി അവർ ഹാൻസം ഗ്രൂംസ് ഓൺ ടു ദി സ്റ്റേജ്. So ladies and gentlemen, please put your hands together for our beautiful couple Shiva and Kavya. Mangalyam tantuna nena mama jeevana heduna kante padnami shubhage tvam jeeva sharadashatam. And now our awesome pair Arjun and Nitya. അപ്പോൾ താലികെട്ടൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ അടുത്ത കാര്യപരിപാടികളിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ദയവ് ചെയ്ത് സദ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെന്ന് ചാടി വീഴാതെ എല്ലാവരും ഇവിടെ ഇരുന്ന് നമ്മുടെ പിള്ളേരുടെ കലാപരിപാടികളൊക്കെ ഇരുന്ന് കാണേണ്ടതാണ്. ഉയ്യോ ചേട്ടാ, എനിക്ക് വിശക്കും. മൂട് കളഞ്ഞ്. അതെ, ആരെങ്കിലും ഒരു കൊലപ്പഴം കിട്ടുകയാണെങ്കിൽ ഇവന്റെ വായ കുത്തി കീറ്റ്. നിനക്കെന്താടാ ഇത് കഴിഞ്ഞ സദ്യ ഇറങ്ങത്തില്ലേ? ഇരിക്കടാടെ. ചേട്ടോയ് വേഗം ആവട്ടെ, ഞങ്ങൾക്ക് ഇതിനെ ഡാൻസ് കളിക്കാനുള്ളതാ. അതിനെന്താ മോളെ, നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കാം. ഇനി സമയമുണ്ടല്ലോ. അതിനു മുമ്പ് നമ്മുടെ കല്യാണ ചെക്കന്മാരുടെ കുറച്ച് ലീലാവിലാസങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കണ്ടേ? പിന്നല്ല, വേണം എന്തായാലും വേണം. ആ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്വന്തം അർജുനിൽ നിന്നും നിത്യയിൽ നിന്നും തന്നെ തുടങ്ങാം. ഞാൻ അർജുന ആദ്യമായി കാണുന്നത് മെഡിക്കൽ കോളേജിൽ വെച്ചാണ്. ഞാൻ പറയുന്നില്ല, ആക്ച്വലി ഞാൻ അവനെ ആദ്യമായി കാണുന്നത് എവിടെയാ? ആ, അത് തന്നെ, എവിടെയാ? ഓ, ഒന്ന് പറഞ്ഞു തുറക്കടാ. എന്നാൽ ഇത്രയും കാലം ഞാൻ മറച്ചു വെച്ച നഗ്ന സത്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ ഇവനെ ആദ്യമായി കാണുന്നത് നിത്യയുടെ ഹോസ്റ്റലിന്റെ മുന്നിൽ നിന്ന് വായ നോക്കുന്നതാണ് സുഹൃത്തുക്കളെ. ഈശ്വര, എടാ ആരുടെ വേനൊക്കെ പിടിച്ച് ഹോസ്റ്റാക്കിയത്? ബെസ്റ്റ്, അത് അവൻ സ്വയം കയറി ഏറ്റതാടാ. എന്നാലും അന്ന് വായി നോക്കിയാൽ അവളെ തന്നെ ഈ ചെക്കൻ കിട്ടിക്കൊണ്ടിരുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ,
ഇനി നമുക്ക് നമ്മുടെ അടുത്ത കപ്പിൾസിലേക്ക് പോകാം. ശിവ ആൻഡ് കാവ്യ. അമ്പലത്തിൽ വെച്ച് കണ്ടുമുട്ടി, അമ്പലത്തിൽ വെച്ച് പ്രപ്പോസും ചെയ്തു. അതേ അമ്പലത്തിൽ തന്നെ വെച്ച് കെട്ട് നടന്നു. ഇനിയിപ്പോൾ ഇവർക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന കൊച്ചിൻ്റെ ചോറൂണ് കൂടെ ഈ അമ്പലത്തിൽ തന്നെ വെച്ച് നടത്തണമെന്നാണ് എൻ്റെ പേഴ്സണലി ഒരു ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം അതന്നെയല്ലേ ഗൈസ്? ആൻഡ് ഫൈനലി ഞാൻ നിർത്തുന്നതിന് മുമ്പ് നമ്മുടെ ഓൾ കേരള ബാച്ചിലേഴ്സ് അസോസിയേഷനിൽ നിന്നും ഒഫീഷ്യലി പ്രൊമോട്ടഡ് ആയ ശിവ ആൻഡ് അർജുന് അസോസിയേഷൻ്റെ വക എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഇവന്മാരെന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ കലാപരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ സ്വന്തം ഡോക്ടർ നീരജ് മാധവ്. വേണ്ട, അത്രയ്ക്ക് ബിൽഡപ്പ് വേണ്ട. ഞങ്ങളുടെ സ്വന്തം ഖണ്ഡൻ പൂച്ചയിലെ പിയാനോ പെർഫോമൻസ്. എടാ ഞാൻ പോണോ? എടാ അപർണയെ ഇംപ്രസ് ചെയ്യാൻ ഇതിലും നല്ല ചാൻസ് വേറെ കിട്ടില്ല. നീ പോയി പൊളിക്കടാ. കണ്ടുപൂച്ച വിചാരിച്ച പോലെ അല്ലല്ലോ. കഴിവൊക്കെ ഉണ്ട്, കൊള്ളാം. ഇനി നമുക്കൊരു അടിപൊളി റൊമാൻറ്റിക് കപ്പിൾ ഡാൻസ് തന്നെയായാലോ ഗൈസ്? കൂടോത്രം, മുട്ട, മാങ്ങാത്തൊലി, എൻ്റെ 10,000 രൂപ, എൻ്റെ കാവ്യ എല്ലാം പോയി. ആ പന്ന വിഷ്ണു അവൻ്റെ കയ്യിൽ കിട്ടിയുണ്ടല്ലോ. ആഹാ, എന്താ ഒരു ടേസ്റ്റ്. ഇവൻ, അയ്യോ ഇവനോ, ഈശ്വര. ഇത്ര വേഗം കാണാൻ പറ്റുന്ന വിചാരിച്ചില്ല. എടാ പന്നി. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇടുന്നോട്ടെ. അതിനെന്താ, കുട്ടി ഇവിടെ ഇരുന്നോളൂ. കുട്ടിയുടെ പേരെന്താ? ഞാൻ ആലിസ്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ജെറി. ജെറി, ആലിസ്, എന്താ ഒരു ചേർച്ച്. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഇത് ഫിക്സ്, ഇത് മതി. രക്ഷപ്പെട്ടു. പതി ഇവിടെ നിന്ന് സ്കൂട്ടായേക്കാം. അവസാനം എല്ലാം ഭംഗിയായിട്ട് നടന്നു. സന്തോഷം. എന്നാ മക്കൾ ചെന്ന് കിടന്നു. എല്ലാവർക്കും നല്ല ക്ഷീണുണ്ടാവില്ലേ? അതെ അതെ, നല്ല ക്ഷീണുണ്ട്. വാ കാവ്യ, നമുക്ക് പെട്ടെന്ന് പോവാം. അതെ അതെ ശരിയാ, എന്നാൽ ഞങ്ങളും പോവാണ്. വാ നിത്യ. നിന്റെയൊക്കെ പോക്ക് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആഹാ, അതും മനസ്സിലായിട്ടാണോ കൊച്ചു ഗള്ളി? ഇങ്ങ് വന്നു. നിങ്ങളെന്തീ പറഞ്ഞോണ്ടിരിക്കുന്ന കേട്ടിരുന്നു? ചെല്ല്, സമയം വൈകി, പോയി കിടന്ന് വാങ്ങിക്കാം.
എനിക്ക് ഇത് നേരെ തിരിച്ചല്ലേ ആവണ്ടേ? ഇറ്റ് ഡസന്റ് മാറ്റർ, റൈറ്റ്? നോ, ഓഫ് കോഴ്സ് നോട്ട്. ഇപ്പോൾ കുറേ നേരമായാലും കുളിക്കാൻ കയറിയിട്ട് എനിക്കാണെങ്കിൽ വെയിറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അവളെങ്ങനെയായിരിക്കും റെഡിയായി വരിക? നല്ല സാരിയൊക്കെ കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് വിത്ത് ജുമുക്ക. എനിക്ക് വയ്യ, ഇന്ന് ഞാൻ പൊളിക്കും. ശിവ, എവിടെ? എൻ്റെ ഇമാജിനേഷൻ ആയിരുന്നു. എന്നാൽ ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മേ. ശിവ, അയ്യോ, എൻ്റെ സാരി എവിടെ? സാരിയോ? രാത്രി ആയ സാരി എടുത്തെടുക്കണേ? അയ്യോ, സമയം വൈകി. നമുക്ക് കിടക്കാം. അയ്യോ, ഞാനിന്ന് പട്ടിണിയാവോ? സമ്മതിക്കില്ല ഞാൻ. ഇതെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തെങ്ങനെ അടുത്തോട്ട് വന്നോണ്ടിരിക്കുന്നത്? നമ്മൾ ഇന്നലെ സ്റ്റോപ്പ് ചെയ്ത കാര്യം നമുക്കിന്ന് കണ്ടിന്യൂ ചെയ്താലോ? വേണോ? യുവർ ചോയ്സ്. എൻ്റെ ഈ ഡോക്ടർ ലവിനെ ഞാൻ സ്വന്തമായിക്കോട്ടെ? യെസ്, ഓൾവേസ്. ആരോട്ടാ, അമ്മയുടെ പൊന്നല്ലേ, ഓടല്ലേ. ദാ ഈ വാഗോട് കഴിച്ചിട്ട് പോ. ആരോട്ടിന് വേണ്ട അമ്മ, ഞാൻ ദക്ഷൂട്ടിനെ കണ്ടിട്ട് വരാട്ടോ. ഹായ്, ആരും വന്നോ? അമ്മ ദാ നോക്ക്. അല്ല, മാളൂട്ടി എവിടെ? മാളൂട്ടി ഇപ്പൊ വരൂ കേട്ടോ. ദാ വന്നല്ലോ. ഹായ്, എല്ലാവരും ഉണ്ടല്ലോ. വാ, നമുക്ക് കളിക്കാം. ആർമിസേ, ഈ കുട്ടി പട്ടാളം ആരൊക്കെയാന്ന് മനസ്സിലായോ? ഇത് ദക്ഷിത് ശിവ. എല്ലാവരും ദക്ഷൂട്ടാന്ന് വിളിക്കും. ഇപ്പൊ 3 വയസ്സായി. ശിവയുടെയും കാവയുടെയും കുട്ടിക്കുറുമ്പൻ. ഇത് ആരവ് അർജുൻ. ആരവ് എന്ന് വിളിക്കും. അർജുന്റെ നിത്യയുടെയും വൺ ആൻഡ് ഓൺലി പ്രൊഡക്റ്റ്. കൂട്ടത്തിൽ കുറച്ച് കുറുമ്പ് കൂടുതൽ ഇവനാണ്. പിന്നെ ഇതാരാന്ന് മനസ്സിലായോ? നമ്മുടെ ആദിക്കുട്ടന്റെ അനിയത്തിയാണ്. അരുണേട്ടന്റെയും കാർത്തികയുടെയും രണ്ടാമത്തെ പ്രൊഡക്റ്റ് മാളു എന്ന മാളവികാരുൺ. പിന്നെ നമ്മുടെ ശ്രേയയും നിതിനും. അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ജൂനിയർ നിതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഹായ് ആർമീസ്, നിങ്ങളുടെ സ്വന്തം ശിവയാണ്. അങ്ങനെ എനിക്ക് എൻ്റെ ഡോക്ടർ ലവിനെ കിട്ടി. ഇപ്പോൾ ഫാമിലി ഹാപ്പി ആയിട്ട് പോകുന്നു. ഡോക്ടർ ലവിൻ്റെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവർക്കും എൻ്റെ വക കെട്ടിപ്പിടിച്ചൊരുമ. അപ്പോൾ ശരി, ഞാനും എൻ്റെ ഫാമിലിയും ഇനി ഹാപ്പിലി എവർ ആഫ്റ്റർ.